ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ആരോഗ്യക്ഷേമ പദ്ധതികളെ പറ്റിയാണ് അല്ലേ. നമ്മുടെ എക്സാമുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. VFA 3 സ്റ്റേജുകളായിട്ട് നടക്കാൻ പോവുകയാണ്. അപ്പം റീസെൻ്റ് നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാം ഏതാണ്? VFA തന്നെയാണ്. അപ്പോൾ അതിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആരോഗ്യക്ഷേമ പദ്ധതികളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണെന്ന് നോക്കാം. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അല്ലേ. നോക്കിയേ, സ്ത്രീ ശാക്തീകരണവും അതേപോലെ സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഏതാണ് പദ്ധതി? ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കനൽ, സഖി, നിർഭയ, ആശ്വാസം. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്, കനൽ അല്ലേ. വനിതാ ശിശു വികസന വകുപ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് കനൽ എന്ന് പറയുന്നത്. ഇപ്പോൾ 2021 ഓഗസ്റ്റിലാണ് ഈ കനൽ എന്ന് പറയുന്ന പദ്ധതി ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത്. ഓക്കെ, പിന്നെ സ്ത്രീകളും കുട്ടികളും എതിരിടുന്ന അതിക്രമങ്ങൾ തടയുക. അപ്പൊ അത് ഒന്നാമത്തെ തന്നെ ലക്ഷ്യം അതാണ്. സ്ത്രീകളും കുട്ടികളും എതിരിടുന്ന അതിക്രമങ്ങൾ തടയുക. അതേപോലെ ലിംഗനീതിയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം ഉണ്ടാക്കുക തുടങ്ങിയ കുറച്ച് ലക്ഷ്യങ്ങളാണ് ഈ കനൽ എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലെ. അപ്പൊ എന്തായിരുന്നു ചോദ്യം? സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത് എന്നുള്ളായിരുന്നു ചോദ്യം. ഉത്തരം ഏതാണ്? കനലാണ്. 2021 ഓഗസ്റ്റിലാണ് കനൽ എന്ന് പറയുന്ന പദ്ധതി ആദ്യമായിട്ട് നിലവിൽ വന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണൽ ഒരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കുക, സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണൽ ഒരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഏതാണ്? ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് കേട്ടോ. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ്. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് 14 ജില്ലകളിലായിട്ട് 14 ജില്ലകളിലും അതേപോലെ തന്നെ അട്ടപ്പാടിയിൽ 14 ജില്ലകളിലും അതേപോലെ അട്ടപ്പാടിയിലും ഉൾപ്പെടെയുള്ള 15 കേന്ദ്രങ്ങളിലായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. എന്താ നമ്മുടെ ചോദ്യം? സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണലൊരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ്. 14 ജില്ലകളിലും അട്ടപ്പാടി ഉൾപ്പെടെയുള്ള 15 കേന്ദ്രങ്ങളിലുമായിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് അല്ലെ. താൽക്കാലിക അഭയം നൽകുക, കൗൺസിലിംഗ് നൽകുക. അപ്പം ഇങ്ങനെ അതിക്രമങ്ങളൊക്കെ നേരിടുന്ന കുട്ടികളോ സ്ത്രീകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുക, അവർക്ക് അഭയം നൽകുക, അവർക്ക് ധൈര്യം കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഹെൽപ്പ് ഡെസ്കിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ലെ. ആരാണ്? കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സ്നേഹപൂർവം പദ്ധതി. ഇപ്പൊ പദ്ധതി ഓർത്തിരിക്കുക, ഏതാണ്? സ്നേഹപൂർവം പദ്ധതി ഏത് വിഭാഗത്തിലുള്ള കുട്ടികൾക്കാണ് പ്രതിമാസ ധനസഹായം നൽകുന്നത് എന്നുള്ളതാണ് ചോദ്യം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, മാതാപിതാക്കൾ രണ്ടുപേരെയും നഷ്ടപ്പെട്ടതോ ഒരാൾ നഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതോ ആയിട്ടുള്ള കുട്ടികൾക്ക്, പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക്, അനാഥാലയങ്ങളിൽ കഴിയുന്ന കുട്ടികൾക്ക്. അപ്പൊ സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി ആർക്ക് വേണ്ടിയുള്ളതാണ്? ഓപ്ഷൻ ബി ആണ്. മാതാപിതാക്കൾ രണ്ടുപേരെയുമോ അല്ലെങ്കിൽ ഒരാളെ നഷ്ടപ്പെട്ട് മറ്റേ ആൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ കുട്ടിയെ വളർത്താൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് എന്ത് കൊടുക്കുക? ഈ പറയുന്ന സ്നേഹപൂർവ്വം പദ്ധതിക്ക് അർഹതയുള്ളത്. അപ്പൊ BPL ആയാലും APL ആയാലും അർഹതയുണ്ട്. അതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് എന്ത് പദ്ധതി കൊടുക്കുക? സ്നേഹപൂർവ്വം പദ്ധതി കൊടുക്കുക. ഓക്കെ, അപ്പം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ആനുകൂല്യം നൽകപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നൽകുന്നുണ്ട് അല്ലെ. സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പദ്ധതിയുടെ ആനുകൂല്യം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ അതിന് മുകളിലോട്ട് ഉന്നത വിദ്യാഭ്യാസം നടന്ന കുട്ടികൾക്ക് വരെ എന്ത് കൊടുക്കുന്നുണ്ട്? ഇതിന്റെ ആനുകൂല്യം നൽകുന്നുണ്ട്. അതിന് അവർ പറയുന്ന കുറെ മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള അർഹതയുണ്ടെന്ന് അവർ പറയാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പദ്ധതി എന്ത് ചെയ്യാം? ലഭിക്കും. ഓക്കെ, അപ്പം എന്താണ്? അനാഥരോ അർദ്ധ അനാഥരോ, അതായത് മാതാപിതാക്കൾ രണ്ടുപേരുമോ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ നഷ്ടപ്പെട്ടു, മറ്റേയാൾക്ക് ആ കുട്ടിയെ വളർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഏത് പദ്ധതി എന്ന് പറയുന്നത്? സ്നേഹപൂർവ്വം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കുമായി
കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഏത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ അല്ലേ, നമ്മൾ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ബന്ധപ്പെട്ട വയോജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ കുറേ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ കേരള സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്, വനിതാ ശിശു വികസന വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്, അങ്ങനെ കുറേ പദ്ധതികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അപ്പോൾ നോക്കുക, രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി, നിഴലാണ്. നിഴൽ എന്ന് പറയുന്ന പദ്ധതിയാണ്. ഒറ്റപ്പെട്ടു അപ്പോൾ അവർക്ക് എന്താ സഹായത്തിനായിട്ട് 112 എന്നുള്ള നമ്പറിൽ വിളിക്കുക. അപ്പം പോലീസിന്റെ 112 ഇന്ത്യ എന്നുള്ള മൊബൈൽ ആപ്പിലെ SOS സംവിധാനം വഴി എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. അപ്പം 112 എന്നുള്ള നമ്പറിൽ ആ സമയത്ത് വിളിച്ചാൽ മതി. അപ്പം ആ ഒരു നമ്പറിൽ വിളിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, ഷെൽട്ടർ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പം രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കും അടിയന്തര സഹായം ഏർപ്പെടുത്തുന്ന കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിഴലെന്ന് പറയുന്നത്. 112 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ സഹായത്തിനായിട്ട് ഈ എമർജൻസി നമ്പറിൽ വിളിച്ചാൽ എന്ത് ചെയ്യും, എന്ത് സഹായമാണോ ആർക്കാണോ ആവശ്യം അത് അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്ന്, നിഴൽ. ഇനി അടുത്താണ്, കേരള സർക്കാർ പൊതുവിതരണ ശൃംഖലയിലൂടെ കുറഞ്ഞ നിരക്കിൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതി ഏത്? റേഷൻ കടകൾ വഴി, അതുപോലെ കൺസ്യൂമർ ഫെഡുകൾ വഴി ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 10 രൂപ, 1 ലിറ്റർ കുപ്പിയിൽ ഉള്ള 1 കുപ്പി വെള്ളത്തിന് 10 രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴിയും കൺസ്യൂമർ ഫെഡുകൾ, സ്റ്റോറുകൾ വഴിയൊക്കെ ലഭ്യമാക്കാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ജലസമൃദ്ധി, തെളിനീര്, സുജലം, ജലജീവൻ, അങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? സുജലമാണ് കേട്ടോ, സുജലം. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, KIIDC, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ ഒരു ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഹില്ലി അക്വ എന്ന ബ്രാൻഡ് വെള്ളമാണ് ഈ പദ്ധതിയിലൂടെ എന്ത് ചെയ്യുന്നത്, അവർ വിതരണം ചെയ്യുന്നത്. ഹില്ലി അക്വ എന്ന് പറയുന്ന ബ്രാൻഡ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ കേരള സർക്കാർ പൊതുവിതരണ ശൃംഖലയിലൂടെ കുറഞ്ഞ നിരക്കിൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാ വരിക? സുജലം പദ്ധതിയാണ്. 10 രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴിയും കൺസ്യൂമർ ഫെഡ് സ്റ്റോറുകൾ വഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ഇനി ഏതാണ്? ഹില്ലി അക്വ ബ്രാൻഡാണ് എന്ത് ചെയ്യുന്നത്, ഈ കുടിവെള്ളം. അപ്പോൾ ആ ബ്രാൻഡിന്റെ കുടിവെള്ളമാണ് എല്ലാവർക്കും എന്ത് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കുക, ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളാലും മറ്റ് ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? താലോലം, സുകൃതം, ഹൃദ്യം, കാരുണ്യ. ഏതാണ് വരെ ഉത്തരവായിട്ട്? ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളാലും മറ്റ് ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? താലോലം, സുഹൃതം, ഹൃദയം, കാരുണ്യം. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ എ, താലോലമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അവരുടെ മരുന്ന്, സൗജന്യമായിട്ടുള്ള മരുന്ന്, ശസ്ത്രക്രിയ, ആശുപത്രി വഴി ഉണ്ടാകുന്ന ചിലവുകൾ, ഇതെല്ലാം എന്താണ് ഈ ഒരു പദ്ധതിയിൽ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ലഭ്യമാകുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 18 വയസ്സിന് മുകളിലുള്ളവർക്കും 18 വയസ്സിന് താഴെ ഉള്ളവർക്കും അതേപോലെ അവരുടെ രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ചും പലതരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട്. അപ്പോൾ അതിലൊരു പദ്ധതിയാണ് എന്താന്ന് പറയുന്നത്, താലോലം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, തുടർ ചികിത്സ നിലകൾക്ക് യാതൊരുവിധ പരിധിയുമില്ല, എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു പദ്ധതിയിലൂടെ ആയിരിക്കും. ഓക്കെ, ഇനിയാണ് നമ്മുടെ അടുത്ത ചോദ്യം നോക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പുതിയ സാക്ഷരതാ പദ്ധതിയുടെ പേര് ഏത് എന്നുള്ളതാണ് ചോദ്യം. നോക്കിയേ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പുതിയ സാക്ഷരതാ പദ്ധതിയുടെ പേര് എന്ത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് പേര്? ഉല്ലാസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, ഉല്ലാസ് എന്നുള്ളതാണ് പേര്. ഇതൊരു ഫുൾ ഫോം ഉണ്ട്, ULLAS എന്നാണ്. ഉല്ലാസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ സൊസൈറ്റി. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഉല്ലാസ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയുടെ ഫുൾ ഫോം. എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നുള്ളതാണ് അതിൻ്റെ
ഫുൾ ഫോം. അപ്പൊ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പുതിയ സാക്ഷരതാ പദ്ധതിയാണ് എന്താന്ന് പറയുന്നത് ഉല്ലാസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, പഠനം നടത്താം, അതിനുള്ള അവസരം നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും പഠിക്കാം. ഓക്കെ, അതേപോലെ മൊബൈൽ ഫോണും ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാനും ഈ ഒരു പദ്ധതിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കും. ഇപ്പൊ ഇതൊന്നും ഉപയോഗിക്കാൻ അറിയാൻ മേത്ത ആളുകളാണെങ്കിൽ അവരെ ഇതൊക്കെ പഠിപ്പിക്കാനും ഈ ഒരു പദ്ധതിയിലൂടെ എന്ത് ചെയ്യും, ആളുകളെ സഹായിക്കുന്നതായിരിക്കും. പിന്നെ എഴുത്തും വായനയും അപ്പൊ സാധാരണ അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളൊരു ഫോൺ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, നമ്മൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കണം, വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഏത് പ്രായത്തിലുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് ഉല്ലാസ് അല്ലെ. അപ്പൊ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് നടത്തുന്ന പദ്ധതിയാണ് ഉല്ലാസ്. ഉല്ലാസിന്റെ ഫുൾ ഫോം എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. അപ്പൊ ഇപ്പൊ ഒരു പ്രായപരിധി ഒന്നും അവരിതിൽ പറയുന്നില്ല. ഓക്കെ, ഇനിയുള്ളതാണ് നഗരങ്ങളിൽ എത്തിച്ചേരുന്ന വ്യക്തികൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണമെന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച വിശപ്പുരഹിത പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിയേ, നഗരങ്ങളിൽ എത്തിച്ചേരുന്ന വ്യക്തികൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണമെന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച വിശപ്പുരഹിത നഗര പദ്ധതിയാണ്. അപ്പം നമ്മൾ വിചാരിക്കില്ല എല്ലാവർക്കും ഫുഡ് കിട്ടുന്നുണ്ട്, എല്ലാവരും ആഹാരം കഴിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ആഹാരമൊന്നും കഴിക്കാത്ത ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നേരത്തെങ്കിലും ഭക്ഷണം കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ബി, ഹങ്കർ ഫ്രീ സിറ്റി. ഹങ്കർ ഫ്രീ സിറ്റി ഇത് ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് എവിടെയാണ്, കോഴിക്കോട് നഗരത്തിലാണ്. ആദ്യമായിട്ട് ഈ ഹങ്കർ ഫ്രീ സിറ്റി എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്, നഗര പദ്ധതി ആവിഷ്കരിച്ചത് ഏത് ജില്ലയിലാണ്, കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ എന്താണ്, നഗരങ്ങളിൽ എത്തിച്ചേരുന്ന വ്യക്തികൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണമെന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച വിശപ്പുരഹിത നഗര പദ്ധതിയാണ് ഏത്, ഹങ്കർ ഫ്രീ സിറ്റി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഏത് നഗരത്തിലാണ് ഇത് ആവിഷ്കരിച്ചത്, കോഴിക്കോട് ജില്ലയിലാണ്, അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിലാണ് ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് ആവിഷ്കരിക്കപ്പെട്ടത്. ഓക്കെ, നടപ്പിലാക്കിയത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വളരെ കുറച്ച് പദ്ധതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.